900-ഓളം വരുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുള്ള കേരളത്തിൽ അവിടെയും ഇവിടെയുമുള്ള ചില പ്രശ്നങ്ങളെ വലിയ തോതിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ തട്ടിപ്പുകളാണ് പൂർണ്ണമായും സഹകരണ രംഗത്ത് എന്ന നിലയിൽ വലിയ വ്യാഖ്യാനങ്ങൾ നടന്ന കാലത്തെ സഹകരണ മന്ത്രിയായിരുന്നു. തട്ടിപ്പുകൾ അവസാനിപ്പിക്കാനായോ സഹകരണ രംഗത്തിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായോ 5 വർഷം കൊണ്ട്? നിശ്ചയമായും. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സഹകരണ മേഖലയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടി കരിവണ്ണൂരിലെ പ്രശ്നമുണ്ടായപ്പോൾ 200 കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരികെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞുള്ള ബഹളമാണ് വന്നത്. അതിന് ഞങ്ങൾ വിളിച്ചുകൂട്ടി റിസ്ക് ഫണ്ടിൽ നിന്ന് 10 കോടി രൂപ കൊടുത്തു, കേരള ബാങ്കിൽ നിന്ന് ഒരു 20 കോടി കൊടുത്തു, കൺസോർഷ്യം രൂപീകരിച്ച് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തു. ആ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് നിക്ഷേപകർക്ക് ആദ്യം തിരിച്ചു കൊടുത്തു. അപ്പോഴേക്ക് റിക്കവറിയും തുടങ്ങി. അവിടെ നിന്ന് കിട്ടാനുള്ളവരെ വാങ്ങിയെടുക്കാൻ വേണ്ടി ഒരു ടീം ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ട് ഈ കൊടുത്ത ഫണ്ട് വിനിയോഗിച്ച് പ്രശ്നങ്ങൾ ബിസിനസ്സിലേക്ക് തുടങ്ങാനും പറഞ്ഞു. ആ ബിസിനസ് കയറി വരികയും റിക്കവറി വരികയും ചെയ്ത് 162 കോടി രൂപ കിട്ടാനുള്ളവർക്ക് മടക്കി കൊടുത്തു. ഇപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള ഒരാൾക്കും ഇനി പൈസ കിട്ടാനില്ല. വലിയ ഡെപ്പോസിറ്റ് ഉള്ളവരുടെ പലിശ കൃത്യമായി കൊടുത്തുകൊണ്ട് അവരോട് നീട്ടി കാര്യങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുത്ത് അവരിപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ന് മഹാഭൂരിപക്ഷത്തിലാവാമെങ്കിൽ LDF വീണ്ടും തിരിച്ചു വന്നിരിക്കും. അതായത് നിക്ഷേപകരുടെ വിശ്വാസത്തെ ആർജിക്കാനായി എന്നാണ്. വിശ്വാസം അതുകൊണ്ടാണല്ലോ അല്ലേ വീണ്ടും അല്ല, അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പത്രത്തിൽ വാർത്തയില്ല. ഞാനത് പറയാൻ വരുമായിരുന്നു. നേരത്തെ അതല്ല, അവിടെ പണം നഷ്ടപ്പെട്ടവരുടെ കഥ പറയാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ പണം അവർക്ക് തിരിച്ചു കിട്ടിയപ്പോൾ വാർത്തകൾ വരുന്നത് അസംബ്ലി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അസംബ്ലി തന്നെ എൻ്റെ കണക്ക് സഹിതം കൃത്യമായി കൊടുത്തിരുന്നു. അത് വന്നതോടുകൂടി പൊതുവിൽ പിന്നീട് വന്നിട്ടുള്ള ഇപ്പോൾ സഹകരണ മേഖലയ്ക്ക് ഒരു 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. സ്ഥലത്ത് പറഞ്ഞ 900 സംഘമല്ല, നമുക്ക് 22,000-ഓളം സംഘങ്ങൾ. ആ സമയത്ത് പല സഹകരണ സംഘങ്ങളിലും ഞങ്ങളുടെ തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അവിടെ ഉൾപ്പെടെ ഈ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ അത് പതുക്കെ മാറി വന്നിട്ട് നമ്മളിപ്പം നിയമത്തിൽ 2 കാര്യം സുരക്ഷിതമാക്കി. ഒന്ന്, നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നു. മുമ്പ് നിക്ഷേപ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ലിക്വിഡേഷനിൽ പോകുന്നൊരു സംഘത്തിൽ ഒരാൾക്ക് മാത്രം അവർക്ക് 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമായിരുന്നു ഡെപ്പോസിറ്റർക്ക്. ഇപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ 2 ലക്ഷം കിട്ടുള്ളൂ. ആ സ്ഥിതിക്ക് നമ്മൾ മാറ്റം വരുത്തി. ആ സ്കീമിൽ തന്നെ റൂൾ അമെൻഡ് ചെയ്തിട്ട് ഒരു സംഘത്തിൽ ക്രൈസിസ് വരുമ്പോൾ തന്നെ ഒരു നിക്ഷേപത്തിന് പണം കിട്ടാതെ വന്നാൽ അപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ 10 ലക്ഷം രൂപ വരെ ഒരാൾക്ക് ഒരു ഡെപ്പോസിറ്റ് കൊടുക്കത്ത രൂപത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നു. പെട്ടെന്നൊരു ആശങ്ക ഒഴിവാക്കിയിട്ട്. ഒരു ചോദ്യം അവിടെ ഉണ്ട്. ഈ പല സംഘങ്ങൾ, കാരണം വിരലെണ്ണാവുന്നതോ അല്ലെങ്കിൽ വളരെ കുറച്ച് സംഘങ്ങളിലാണ് തട്ടിപ്പ് നടന്നതെന്നിരിക്കട്ടെ, എന്നാൽ പോലും തട്ടിപ്പ് നടന്നല്ലോ. ആ തട്ടിപ്പ് നടന്നതിൻ്റെ പിന്നിൽ ഭരണസമിതികൾ, മുൻ ഭരണസമിതികൾ, ഇവരുടെ അഴിമതിയും തട്ടിപ്പും വലിയ പ്രശ്നം തന്നെയാണ്. ആ തട്ടിപ്പുകാരെ പിടികൂടാൻ സഹകരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് ശക്തമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായും. അതാണ് ഈ നിങ്ങൾ ഭേദഗതി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ്. അതിലൊന്ന്, മുമ്പ് ഓഡിറ്റായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഓഡിറ്റ് ഒരു കൺകറൻറ്റ് ഓഡിറ്ററെ വിട്ടാൽ 3-4 വർഷവും പോയി കെട്ടിക്കിടന്ന് ഓഡിറ്റ് ചെയ്ത് അത് വർഷാവസാനം ലാഭം വേണേലും നഷ്ടം വേണേലും അവരുണ്ടാക്കി കൊടുക്കും. അത് ധാരണയില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ 10 ലക്ഷം രൂപ വായ്പ എടുത്തു, അയക്ക് വർഷാവസാനം എത്തി അടയ്ക്കാൻ കഴിഞ്ഞില്ല, പലിശയടക്കം 12 ലക്ഷമായി. അയാളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ അപേക്ഷ എഴുതാം, 12 ലക്ഷത്തിന് കൂട്ടിപ്പുതുക്കിയേക്കാം. ഈ പലിശയും കൂടെ കൂട്ടിപ്പുതുക്കി, ഒരു പൈസയും അയാൾ അടയ്ക്കുന്നില്ല. അപ്പോൾ അയാളുടെ വായ്പ 12 ലക്ഷമായി. എന്നിട്ട് ലാഭം കാണിക്കുമ്പോൾ ഡിവിഡൻറ്റ് വന്ന് ഈ ഒരു പൈസ അടയ്ക്കാത്തവനും ഡിവിഡൻറ്റ് വന്ന് വാങ്ങിക്കൊണ്ട് ഈ പണി ചെയ്തു കൊടുക്കാൻ ഓഡിറ്റർമാർ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവും. അത് മാറ്റിയത് ഇനി ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അടയ്ക്കൽ നടക്കില്ല. ആളുകൾ പണം തിരിച്ചടച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റൂ. പലിശ പോലും അടയ്ക്കാത്ത ഒരാൾക്ക് പുതുക്കി കൊടുക്കില്ല. ഈ ഓഡിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം 3 പേരുള്ള ടീമായിരിക്കും. ഒന്ന്, എൻട്രി പീരീഡിൽ ചെന്ന് അവിടെ കണ്ട കാര്യം എന്താണോ ന്യൂനത വരെ ബോധ്യപ്പെടുത്തും. മിഡ് ടൈമിൽ വീണ്ടും ബോധ്യപ്പെടുത്തും ഓഡിറ്റിൽ കണ്ട കാര്യം. എൻഡിൽ ഇവിടെ എന്ത് ന്യൂനത നിൽക്കുന്നു എന്ന് സമ്മറി ഓഫ് ഡിഫക്ട്സ് ചൂണ്ടിക്കാണിക്കും. അത് റെക്ടിഫൈ ചെയ്യാൻ സമയം കൊടുക്കും. അതിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യും, കേസാക്കും. ഈ ഡയറക്ടർമാരുടെ പേരിലും ബന്ധപ്പെട്ട ആളുടെ പേരിലും ബാധ്യത വെച്ചിട്ട് സർചാർജ് വരും. പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ല, കേസാവും. അപ്പോൾ അതുകൊണ്ട് അയോഗ്യരാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിറ്റ് വിങ്ങി ശക്തിപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോൾ ടീം ഓഡിറ്റ് വന്നതോടുകൂടി എല്ലാവർക്കും ഭയമായി. ഇത് വ്യാപകമായി ഈ പറഞ്ഞ ഭേദഗതിക്കനുസരിച്ച് നടപ്പായി കഴിഞ്ഞു. ടീം ഓഡിറ്റ് ഇപ്പം നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി വരുത്തിയിട്ട് അവരെ ഡയറക്ടറാക്കി വെച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഓഡിറ്റ് പോയത്. ആ ഓഡിറ്റ് ഇപ്പോൾ എല്ലാ ജില്ലയിലും പൂർണ്ണമായി. ഇപ്പോൾ നമ്മൾ പുതിയ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ഓഡിറ്റ് എല്ലായിടത്തും വിട്ടുകൊണ്ടിരിക്കുന്നത് ടീമിനെയാണ്, ഒരാളെ മാത്രമല്ല.
പിന്നെ ഒന്ന് മിനിസ്റ്റർ, ഈ കാലാകാലങ്ങൾ പ്രസിഡന്റ് ആയിരിക്കുക, ഭരണസമിതി അംഗമായിരിക്കുക, അമ്മാതിരി ഏർപ്പാട് സഹകരണത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. അഴിമതിയുടെ അതായത് അതാണ് എനിക്ക് ഈ ഭേദഗതി കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഇരുപ്പ് ഉറപ്പിച്ചു പോയ അംഗങ്ങളുണ്ടല്ലോ, കാലാവധി വെട്ടിക്കുച്ചുരുക്കി 2 ടേം. പിന്നെ അതിനെക്കാട്ടും പ്രധാനം ഇത് ചെറുപ്പക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് 40 വയസ്സിൽ താഴെയുള്ളവരെ വെക്കണം, നിർബന്ധമാക്കി. അതിൽ സ്ത്രീകൾ വേണം. അല്ല, ഞാൻ 3-4 കാര്യോട് ഇപ്പം ഭേദഗതി പറയാം. ഒന്ന്, ടേം വെച്ചു. 3 ടേമിൽ കൂടുതൽ ആർക്കും പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. പരമാവധി 3. പരമാവധി 3. ആദ്യം 2 അവർക്ക് ഭരണസമിതിയിൽ ഇരിക്കാം. അതെ, ഇല്ല, പറ്റില്ല. ഭരണസമിതിയിൽ പോലും പറ്റില്ല. ഞാൻ 2 പ്രപ്പോസൽ. അല്ല, അല്ലെങ്കിൽ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടക്കും. ഇല്ല, പ്രസിഡന്റ് ആവേണ്ടെന്ന് പ്രമാണിയായിട്ടിരിക്കാമല്ലോ. ഇല്ല, പറ്റില്ല. അപ്പോൾ ഒന്നത്. 2, 40 വയസ്സിൽ താഴെയുള്ള ഒരു പുരുഷൻ, 40 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീ. അപ്പോൾ യങ്സ്റ്റേഴ്സ് വരാനുള്ള സൗകര്യമായി. 2. 3, അതിലേറ്റവും സുപ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി, ഓരോ ജനറൽ ബോഡിക്കകത്തും ഡയറക്ടേഴ്സ് ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിന് അവരുടെ ബന്ധുക്കളും എടുത്തിട്ടുണ്ടെങ്കിൽ വാർഷിക റിപ്പോർട്ടിൽ ചേർക്കണം. ബന്ധുക്കളെ നിർവഹിച്ചിട്ടുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരൻ, സഹോദരി, പെങ്ങളുടെ മകൻ, ഇങ്ങനെയുള്ള നിർവചനമുണ്ട്. അത്തരം ആരെങ്കിലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിന് അതുൾപ്പെടെ വാർഷിക റിപ്പോർട്ടിൽ ചേർക്കണം. ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ അഡ്വാൻസ് എടുക്കുകയോ കുടിശ്ശിക വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റിപ്പോർട്ടിൽ ചേർക്കണം. എന്നിട്ട് വേണം ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാൻ ജനങ്ങൾ വന്നിരിക്കുന്നവരുടെ മുമ്പിൽ. അപ്പോൾ ഈ വേലി വിളവ് തിന്നുന്ന സമ്പ്രദായം അങ്ങ് അവസാനിക്കും. എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേലി വിളവ് ഇതാണ്. ആ സംബന്ധിച്ച് ഇത് നടന്നത് ഒരു സംശയം, ഈ ഭേദഗതി വന്നതും ഇംപ്ലിമെന്റ് ചെയ്തതും ഏത് വർഷമായിരുന്നു മിനിസ്റ്റർ? കഴിഞ്ഞ വർഷം 2025. 2025 ഗവർണർ ഒപ്പിട്ട് തരാൻ 7 മാസം താമസിച്ചു. അത് പിന്നെ അങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ളതൊന്നും വേഗത്തിൽ ചെയ്തു തരാനല്ലോ. 24 പാസ്സാക്കി, 25 നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലെ, ഞാൻ ചോദിക്കാനത് കാര്യം, ഈ തട്ടിപ്പുകൾ സംബന്ധിച്ച് വന്നിട്ടുള്ളതെല്ലാം അതിന് മുൻപുള്ളതും അതിനുശേഷവുമായി താരതമ്യം നോക്കി. ഈ ഓഡിറ്റ് തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ. മറ്റത് നേരത്തെ ഉണ്ടായിരുന്നൊക്കെ. ഇപ്പോൾ കരിവണ്ണൂർ തന്നെ 2011 മുതൽ തുടങ്ങി കുഴപ്പം കണ്ടുപിടിച്ചത് 2019. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇല്ലേ, അവരുടെ ജോലി എന്താ? അത് 16 വരെ സസ്പെൻഡ് ചെയ്തു. ശ്രദ്ധിച്ചില്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ എൻ്റെ ഇത്. അന്ന് 16 പേരെ സസ്പെൻഡ് ചെയ്തു. അതിൽ പലരും ചോദിച്ചു, ഇത്രയും പേരെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഓഡിറ്റ് പോയി ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാന്ന് എഴുതി തന്നിട്ട് നമ്മൾ കണ്ട ഓഡിറ്റിനകത്ത് ഈ തെറ്റ് കണ്ടപ്പോൾ പിന്നെ ഈ ചെയ്തവരെ പിന്നെ പിടിക്കാൻ വിടാൻ പറ്റുമോ? അപ്പോൾ ഈ കാര്യത്തിൽ ഈ കണ്ണടച്ച് വിട്ട് പോയി.